ഇപ്പോൾ റഷ്യയിലേക്ക് വരുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് റഷ്യൻ സിം കാർഡ്. റഷ്യൻ സിം കാർഡ് എങ്ങനെ എടുക്കാന്നുള്ളത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ നമുക്കിപ്പോൾ പുതിയ നിയമം അനുസരിച്ച് റഷ്യൻ്റെ സിം കാർഡ് പലർക്കും കിട്ടുന്നില്ല. അപ്പം അത് എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലുലേക്കൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് റഷ്യയിലുള്ള സിം കാർഡ്, അതായത് റഷ്യൻ സിം കാർഡ് നമുക്ക് എങ്ങനെ എടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ വീഡിയോ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങളുടെ ടൈം കളയുന്നില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ സ്നീൽസ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. സ്നീൽസ് അതായത് പെൻഷൻ്റെ ഒരു കാർഡാണത്. ഒരു ഗ്രീൻ ആയിട്ടുള്ള ഒരു കാർഡാണ് സ്നീൽസ്. 11 അക്ക നമ്പറുള്ള ഒരു കാർഡാണ് സ്നീൽസ്. നമ്മൾ സ്നീൽസ് വളരെ കമ്പൽസറി ആക്കിയിട്ടുണ്ട് റഷ്യ. സ്നീൽസ് വേണം നമുക്ക്. സ്നീൽസ് എടുത്തതിന് ശേഷം നമ്മൾക്ക് എവിടെയാണ് നമ്മൾ താമസിക്കുന്നത് ആ താമസിക്കുന്ന സ്ഥലത്തുള്ള രജിസ്ട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ വാലിഡ് പാസ്പോർട്ട്, പിന്നെ നമ്മുടെ വിസ, ഇത് രണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും ട്രാൻസ്ലേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വിസ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഈ സ്നീൽസ് അതുപോലെ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ ഇവിടുന്ന് കിട്ടുന്നത് കൊണ്ട് ട്രാൻസ്ലേഷൻ ചെയ്യേണ്ടത് ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ് വെച്ചാണ് നമ്മൾ സ്നീൽസിന് വേണ്ടി അപ്ലൈ ചെയ്യുക. സ്നീൽസിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റഷ്യയിൽ വന്നിട്ട് ഏത് സിം കാർഡും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ പല ആൾക്കാരും പല സിം കാർഡാണ് യൂസ് ചെയ്യുന്നത്. പല സിം കാർഡും പ്രോപ്പറായിട്ട് ഇന്റർനെറ്റോ നെറ്റോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മറ്റു ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ റഷ്യയിൽ ഉള്ള നിങ്ങൾക്കറിയാം, യൂട്യൂബ് വർക്ക് ചെയ്യില്ല, ഫേസ്ബുക്ക് വർക്ക് ചെയ്യില്ല, ഇൻസ്റ്റാഗ്രാം വർക്ക് ചെയ്യില്ല, അങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളൊന്നും വർക്ക് ചെയ്യില്ല. അപ്പം റഷ്യയിൽ വന്നവർക്ക് അതൊരു എസ്പെഷ്യലി നാട്ടിലേക്ക് വിളിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം നമുക്ക് എന്തായാലും നമ്മൾ റഷ്യയിൽ വന്നിട്ട് ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നാട്ടിലൊന്ന് വിളിക്കണ്ടേ. അപ്പോൾ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു സൗകര്യം, യാതൊരു ഫെസിലിറ്റീസും ഇവിടെ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിലില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ VPN യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിന് പല VPN ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ചില VPN മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നിലവിലുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്നീൽസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്നീൽസ് എടുത്തിട്ട് രജിസ്ട്രേഷൻ, പാസ്പോർട്ട്, വിസ ട്രാൻസ്ലേഷൻ, പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് ബാക്ക് പേജ് ട്രാൻസ്ലേഷൻ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ സ്നീൽസിൻ്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്നീൽസ് എടുക്കാൻ പറ്റും. സ്നീൽസ് എടുത്തിട്ട് നമുക്കൊരു എസ്പെഷ്യലി ഞാൻ യൂസ് ചെയ്യുന്ന സിം കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MTS ആണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സിം കാർഡ് MTS തന്നെയാണ്. പക്ഷേ ഇതുവരെ ആയിട്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ നാട്ടിലേക്ക് പോകുന്ന ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ അത് റോമിംഗ് ആക്കി വെക്കും. അത് 6 മാസത്തേക്കൊക്കെ നമുക്ക് റോമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റീചാർജ് ചെയ്താൽ മതി. ആ സിം കാർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ അതേപോലെ ഇവിടെ വന്നിട്ടും അതേപോലെ റോമിംഗ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് അങ്ങനെയാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുവരെ എൻ്റെ സിം കാർഡ് ഞാൻ കഴിഞ്ഞ 4-4.5 മാസം നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ശ്രീലങ്കയിൽ പോയിട്ട് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ സിം കാർഡ് MTS സിം കാർഡ് തന്നെയാണ് യൂസ് ചെയ്ത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സിം കാർഡ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ സിം കാർഡ് ഉണ്ട് റഷ്യയിൽ, പല തരത്തിലുള്ള ഒരുപാട് സിം കാർഡുകളുണ്ട്. അപ്പോൾ എനിക്ക് നെറ്റ് കാര്യങ്ങളൊന്നും വലിയ ലോഡിംഗ് ഒന്നും വരാറില്ല. പെട്ടെന്ന് തന്നെ സ്പീഡായിട്ട് തന്നെ നെറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റാറുണ്ട്. ഇപ്പോൾ MTS ആണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാമെന്നുള്ളത്. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാമെന്നുള്ളത് ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഓപ്പൺ ആക്കാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു ബാങ്ക് എന്ന് പറഞ്ഞാൽ സീബർ ബാങ്കാണ്. പക്ഷേ മറ്റൊരു പ്രത്യേകിച്ച് അവർ ബാങ്കറായിട്ട് നമുക്ക് ഇത് പിടിക്കും. അതായത് നമ്മൾ 1 ലക്ഷം രൂപ അയച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവർ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് പിടിക്കും, നല്ല റേറ്റ് പിടിക്കും. പക്ഷേ അതെങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെ പിടിക്കാതെ നമുക്ക് ക്യാഷ് അയക്കാം എന്നുള്ളതൊക്കെ, അങ്ങോട്ട് ക്യാഷ് മറ്റു ബാങ്കിലേക്ക് അയക്കാം, അതായത് സൈബർ ബാങ്കിലേക്ക് അയക്കാം, അതായത് ടിങ്കോഫ് എന്ന ബാങ്കിലേക്ക് അയക്കാം എന്നൊക്കെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ബിസ് കമ്മീഷൻ അടിച്ചിട്ട് അത് ഈ സൈബർ ബാങ്കിൻ്റെ ആപ്പ് ഉണ്ട്, സൈബർ ബാങ്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആപ്പ് ഉണ്ട്. ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് ബിസ് കമ്മീഷൻ എന്നുള്ള സെർച്ച് ബാറിൽ അടിച്ചു കഴിഞ്ഞാൽ അതിൽ വരും. അതിൽ പ്രീമിയം എന്നെല്ലാം കാണിക്കും. അതായത് ഒരു മാസത്തേക്ക് 359 രൂപ, പിന്നെ 5 മാസത്തേക്ക് 600-700 രൂപ. അപ്പോൾ എത്ര പൈസ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ 10 ലക്ഷം വരെ, 20 ലക്ഷം, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയൊക്കെ നമുക്ക് മറ്റു ബാങ്കുകളിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ യാതൊരു രീതിയിലുള്ള കമ്മീഷനോ കാര്യങ്ങളൊന്നും വരില്ല. ഇപ്പോൾ ചെറിയൊരു എമൗണ്ട് വരുന്നില്ല. 300 രൂപ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം എത്ര പൈസ വേണമെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഈ സിം കാർഡിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാരണം പലരും ഈ ഇതിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. പിന്നെ പലരും ചോദിക്കാറുണ്ട് റഷ്യയിലുള്ള വിസന്റെ കാര്യങ്ങൾ. ഇത് പല വിസയിൽ നല്ല രീതിയിൽ ഇപ്പോൾ റഷ്യയിൽ നമ്മുടെ നാട്ടിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. വർക്ക് വിസ എന്നൊക്കെ പറഞ്ഞിട്ട് ടൂറിസം വിസ ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം പലർക്കും അറിയില്ല വിസ സ്റ്റാമ്പ് ചെയ്ത് വരുന്നത് റഷ്യൻ ലാംഗ്വേജിലായിക്കൊണ്ട് പലർക്കും അത് ട്രാൻസ്ലേറ്റ് ചെയ്യണോ അതുപോലെ അതിന്റെ ഒരു ഫുൾ ഡീറ്റെയിലോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പലർക്കും ഇതിനെക്കുറിച്ചൊരു നോളജ് ഇല്ല. അപ്പം പലരും എന്നെ വിളിച്ച് ചോദിക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറ്, ഏത് വിസയാണെന്നുള്ളത്, ഈ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇല്ലീഗലായിട്ട് പല ആൾക്കാരും ഇപ്പോൾ റഷ്യയിൽ നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ നിയമപരമായിട്ട് ലീഗലായിട്ട് റഷ്യയിൽ നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പറയാനുള്ളത്. അപ്പം വിസന്റെ ഒരു ഡീറ്റെയിൽ, അതായത് ടൂറിസം വിസ ഏതാണ്, ബിസിനസ് വിസ ഏതാണ്, വർക്ക് വിസ ഏതാണ്, പ്രൈവറ്റ് വിസ ഏതാണ്, ഈ വിസന്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കൺവിൻസ് ആവും. അപ്പോൾ നിങ്ങൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി വരികയാണെങ്കിൽ വർക്ക് വിസ എടുത്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. സിം കാർഡ് എങ്ങനെ എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ ഡോക്യുമെന്റ് കൂടെ ഒന്നുകൂടി ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം സ്നീൽസ് എടുക്കുക. സ്നീൽസ് എടുത്തിട്ട് നിങ്ങളുടെ പാസ്പോർട്ട് വെച്ചിട്ടാണ് ഈ സ്നീൽസ് എടുക്കുന്നത്. സ്നീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ, പാസ്പോർട്ടിനകത്ത് വിസ ഉണ്ടായിരിക്കണം. അങ്ങനെ സ്നീൽസ് എടുത്തിട്ട് പിന്നെ ആ സ്നീൽസ് കൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ 11 നമ്പറുള്ള ഈ സ്നീൽസ് എടുത്തിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് റഷ്യയിൽ സിം കാർഡ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിം കാർഡ് ഇവിടെ എടുക്കാവുന്നതാണ്, യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എയർപോർട്ടിനകത്തൊക്കെ ഇപ്പം പുതുതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ എയർപോർട്ടിനകത്തൊക്കെ എയർപോർട്ടിനകത്ത് നിന്ന് സിം കാർഡ് എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പം ഈ സ്നീൽസിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ ആ സിം കാർഡ് അടുത്തൊക്കെ കട്ടായി പോകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ റീചാർജ് കണക്ഷനോ വലിയ കാര്യങ്ങളോ കണക്ഷനൊന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ കംപ്ലൈന്റ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ റഷ്യനകത്ത് നിന്നുള്ള റഷ്യയിൽ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാരുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് നിങ്ങളായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും